ഹലോ ഗൈസ്, ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളു നമ്മുടെ ഡ്രാമ തീരാൻ. അതിനുശേഷം നമുക്ക് മൈ ഡീമന്റെ കൂടെ തന്നെ ഇതിന് പകരമായിട്ട് വേറൊരു ഡ്രാമയും കൂടെ കാണാം. സോ ഇപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ നോണും ജോലിക്കാരുടെ ടെൻഷൻ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് അവന് സെക്രട്ടറി വന്നിട്ട്, മിസ്റ്റർ നോൺ, നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ അപ്പൂപ്പൻ വന്നിട്ടുണ്ട്, എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാ. ഏതിന് അവളെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട അവനും ഓക്കെ ഇതിന് ഇവള് പറയുമ്പോഴാണ് അവനും അതൊക്കെ എനിക്കറിയാം, എന്തായാലും നീ ഇതാരോടും പറയണ്ട, ഞാൻ പോയി അപ്പൂപ്പനെ കണ്ടിട്ടെന്ന്. ഏതിന് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് സെക്രട്ടറി പേടിച്ചിട്ട്, ഷെടാ ഇപ്പൊ ഈ കാര്യം ഞാനും അറിഞ്ഞു, ഇനി ഞാൻ ഇവർക്ക് കൂട്ടാണോ? ഏതിന് അവളെ നെർവസ് ആയിരിക്കും. അതിനുശേഷം നോണും അവന്റെ അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അപ്പൂപ്പനും ഇവ ബിഗ്നോയുടെ കാര്യം എന്തിനാ ഡിസ്കസ് ചെയ്യാതെ റിജക്ട് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവർക്കൊന്നും എന്നോട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, വീക്ക് വേണ്ടി അവർ ഈ ബിസിനസ്സിലോട്ട് ഇൻക്ലൂഡ് ആയ, ഇപ്പൊ അവനില്ലാത്തോണ്ട് അവർക്ക് ബിസിനസ്സിനോടുള്ള താല്പര്യമെല്ലാം പോയി. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അപ്പൂപ്പനും, പക്ഷെ നോൺ, ടാനയുടെ കുറെ പൈസ ഒന്നും ഞാൻ സമ്മതിച്ച്, എന്നാലും ബിഗ്നോയിനുള്ള പേര് അവളെ കൊണ്ട് ഈക്വൽ ചെയ്യാൻ പറ്റത്തില്ല. പോരാതെ ഇപ്പോഴും നിനക്ക് ആ ടാനയെ വിശ്വാസമുണ്ടോ? അന്ന് പ്രസ് മീറ്റിംഗ് വെച്ച് അവൾ എല്ലാരോടും പറഞ്ഞു കേട്ടില്ല, ഏതോ ഇത് അവളുടെ കമ്പനിയെ പോലെ അവൾ സംസാരിച്ച. ഞാൻ വേണ്ടി മീറിനെ ചെന്ന് മീറ്റ് ചെയ്യും. അതിനുശേഷം അവളും ആ ഡോക്യുമെന്റ് ഒക്കെ നോക്കിയിട്ട് ഡാറ്റ ലീക്ക് ചെയ്ത് ആരാന്ന് കണ്ടുപിടിച്ചോന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളും ടെൻഷനായി ഒന്നും പറയാ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോഴാണ് മീറിനും, വാസ് എന്തോ പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവളും, ഒന്നുമില്ല, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകണം, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ഏതിന് നൈസിന് അവൾ അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം മീറിനും ചെറുതായിട്ട് ഡൗട്ടായി അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വി അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവള് ഷോക്കായി, വി നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഏതിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, മീറിൻ, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ പിക്കപ്പ് ചെയ്യാൻ വന്ന, എന്തോ ഞാൻ വന്നൂടെ, ഇതുവരെ നമ്മൾ പ്രോബ്ലംസ് മാത്രമേ ഫേസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇന്നൊരു ദിവസം നമ്മൾ ഡേറ്റ് ചെയ്ത് അടിച്ച് പൊളിക്കാൻ പോവാ, നിനക്ക് എവിടെ പോകണമെന്നറ, നമുക്ക് ഇന്ന് ഫുള്ളും കറങ്ങാം. എന്നിട്ട് അവനും പറഞ്ഞവിടെ ഇത് കേട്ട് അവൾ സന്തോഷത്തി ഇവർ രണ്ടുപേരും കൂടെ അന്നത്തെ രാത്രി ഫുള്ളും അടിച്ചോടിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം അപ്പൂപ്പനെ എല്ലാവരെയും മീറ്റിങ്ങിന് വേണ്ടി വിളിക്കും. അപ്പോഴാണ് ഇവരെല്ലാം കൺഫ്യൂസ് ആയി, നമ്മൾ എന്തിനാ ഇപ്പൊ മീറ്റിംഗ് വിളിച്ചേക്കുന്നത്, ഈ സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് നോണും ബാക്കി എല്ലാവരും കൂടെ കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവിടേക്ക് അപ്പൂപ്പനെ അകത്തേക്ക് കയറി വരുന്നത്. സോറി, ഞാൻ അവസാന നിമിഷം എല്ലാരും വിളിച്ച് മീറ്റിംഗ് വരാൻ പറഞ്ഞതിന്, കാരണം ഇതൊരു അർജന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ ടീം വീടെ ഡാറ്റ ലീക്ക് ചെയ്ത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവുക. എന്നിന് അപ്പൂപ്പനും പറഞ്ഞോടെ ഇത് കേട്ട് അവെല്ലാം ഷോക്കാകും. അപ്പോഴാണ് ടാനിയും ദേശത്തി, എന്തോ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകുന്നോ, ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നുമല്ലേക്ക് ഞങ്ങൾക്ക് വിളിച്ചു വരുത്താവോ? എന്നിന് അവള് ചൂടാകുമ്പോഴാണ് അപ്പൂപ്പനും, മിസ് ടാനിയ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഈ കമ്പനിയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതാ ഞാൻ അർജന്റ് ആയിട്ട് മീറ്റിംഗ് വിളിച്ചത്. എന്നിന് അപ്പൂപ്പനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ചൂടായി, എങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ആരാ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകുന്ന കാര്യം നിങ്ങളുടെ കമ്പനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എന്നോടെങ്കിലും ഡിസ്കസ് ചെയ്യണ്ടേ? കൂടാതെ ഇവിടെ വന്നേക്കുന്ന എല്ലാവരും ആരോടൊരു വാക്കുപോലും പറയാതെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തേക്കുന്നത്, ഞങ്ങളൊക്കെ കണ്ട നിങ്ങൾക്ക് എങ്ങനെ വന്ന്? എന്നിന് അവളും ദേഷ്യപ്പെടുമ്പോൾ നോൺ അവൾ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് അവൾ അതൊന്നും കേൾക്കാതെ, ഇയാൾ ഈ കമ്പനിയുടെ ആരാ, ജസ്റ്റ് ഈ കമ്പനിയുടെ ഫൗണ്ടർ, അത്രയല്ലേ ഉള്ളു. പക്ഷെ ഇവിടെ ബോസ് നോണാ, ഇപ്പം അവനറിയാം എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതെന്ന്. ഇയാൾക്ക് തോന്നുന്നതിലൊന്നും ഇങ്ങനെ മീറ്റിംഗ് വെച്ചാൽ ഞങ്ങളും നിന്നെ വരത്തില്ല. എന്നിന് അവളും പറഞ്ഞോടെ ഇത് കേട്ട് നോൺ ഡമ്മയും ദേഷ്യപ്പെടും. അപ്പോഴാണ് അവൾ അവരോടെല്ലാം, ഞാൻ പറഞ്ഞില്ല എന്തോ തെറ്റ്, ഇവിടെ നോണല്ലേ ബോസ്, ഈ കമ്പനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നോൺ വേണം അത് സോൾവ് ചെയ്യാൻ, കൂടാതെ മേജർ ഷെയർ ഹോൾഡർ എന്ന നിലയ്ക്ക് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും. എടാ നോൺ, നിന്റെ അപ്പൂപ്പന് റിട്ടയർ ആവാനുള്ള പ്രായമില്ലായില്ല, ഇപ്പോഴും ഇയാൾക്ക് പോകാൻ മനസ്സൊന്നുമില്ല. എന്നിന് അവളും ചോദിച്ചാടെ നോൺ അവന്റെ അമ്മയും കൂടെ ദേഷ്യത്തിലാവും. ടാനിയ മതി നിർത്ത്. എന്നിന് അവരുടെ അപ്പൂപ്പനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവളും ദേഷ്യത്തി, നിങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാ പോരാ, ഇത് ബിസിനസ്സാ, ഇതിൽ നിന്നിട്ട് ഈ കമ്പനി ഞാൻ നോക്കണം. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും, ടാനിയ ഇത് നിന്റെ കമ്പനി ഒന്നുമില്ല. എന്നിന് അവർ പറയുമ്പോഴാണ് അവളും, ആയിക്കോട്ടെ, എന്റെ പവറും കൊണ്ട് ഇയാൾ ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റിക്കളയും, ഒരേശം ആരെങ്കിലും ഇതിനെ എതിർത്തിന്നാൽ പോലും അവരും ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്യും. ഇനി എന്നെ എതിർത്ത് സംസാരിച്ചു നോക്ക്, അതിനുശേഷം നിങ്ങളൊക്കെ അറിയും ഞാൻ ഈ കമ്പനി വെച്ചോണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. എന്നിന് അവളും പറഞ്ഞോടെ നോണും ദേഷ്യത്തി അവൾ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് പെട്ടെന്ന് അപ്പൂപ്പൻ ഇതെല്ലാം കേട്ട് ഹാർട്ട് അറ്റാക്ക് വരും. ഇത് കണ്ട് അവരെല്ലാം കൂടെ പേടിച്ച് അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ടാനിയും കൂളായിട്ട് അവിടുത്തെ ബോസിന്റെ സീറ്റിൽ ചെന്നിരിക്കുന്നത്. അതിനുശേഷം ഇവരും അപ്പൂപ്പനെ കൊണ്ട് ആശുപത്രിയിലാക്കുമ്പോഴാണ് വിയും പെട്ടെന്ന് കാര്യം അറിഞ്ഞ് അവിടെ ഓടിയെത്തും. അപ്പോഴാണ് നോൺ അവനെ കണ്ട് കരഞ്ഞോണ്ട്, വി നീ എന്നെ ക്ഷമിച്ചേക്ക്, ഞാൻ ചെയ്തെല്ലാം തെറ്റാ, ഇത് അവസാനം ഇത്ര വല്ല പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. എന്നിന് അവന് വിഷമിച്ച് സോറി ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് വിയും, നോൺ നീ എന്നോട് സോറിയും ചോദിക്കണ്ട, നമ്മുടെ അപ്പൂപ്പന് ഒന്നും ആകത്തില്ല, നീ വിഷമിക്കായി. എന്നിന് ഇവനെ അവനെ സമാനപ്പെടുത്തും. അതിനുശേഷം നോൺ ഡമ്മയും ഫീൽ ചെയ്തിരിക്കുമ്പോഴാണ് മീറിനെ അവിടേക്ക് വന്ന് അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കും. അപ്പോഴാണ് അവരും മീറിനെ വിളിച്ചിരുത്തി അവളോട് സംസാരിക്കുന്നത്, നീ ഒന്നും നോക്കണ്ട, ഞാൻ നിന്നോട് സോറി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. ഏതിന് അവരും ചെയ്ത കാലേച്ച് ഫീൽ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം വിയും നോണും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കും. അപ്പോഴാണ് വിയും അവന്റെ കാഴ്ച ശരിയായ കാര്യം പറയുമ്പം ഇത് കേട്ട് നോണും, നിനക്കപ്പ എന്നെ കാണാൻ പറ്റുമല്ലേ, ഈ സമയത്ത് ഞാൻ കരയണ്ടായിരുന്നു, വി സത്യത്തിൽ നിനക്കിപ്പോ എന്നോട് വെറുപ്പല്ലേ ഉള്ള. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് വി അവനോട്, നോൺ എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല, എനിക്ക് നിന്നോട് ദേഷ്യ, ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് നീ എന്നെ പുറയുന്ന കുത്തിയതുണ്ട്, പക്ഷെ നീ വിചാരിക്കുന്ന പോലെ അപ്പൂപ്പൻ എന്നെയും നിന്നെയും സെപ്പറേറ്റ് ആയിട്ടല്ല നോക്കുന്ന. എന്നോട് അമ്മ പറഞ്ഞായിരുന്നു ഞാൻ ജനിക്കുന്ന മുമ്പേ തന്നെ അപ്പൂപ്പൻ നിന്നോട് സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അതേസമയം എനിക്ക് എപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെട്ട് അപ്പൊ തൊട്ട് ഞാൻ ആർക്കും ഭാരമാകാതിരിക്കാൻ
അറിയാൻ വേണ്ടിയാ അപ്പൂപ്പൻ എന്നോട് കുറെ സ്നേഹം കാണിച്ച്. അല്ലാതെ അപ്പൂപ്പന് നിന്നോട് സ്നേഹമുണ്ട്, അത് നീ മനസ്സിലാക്കണം. എനിക്കിപ്പോ നീ കമ്പനി നോക്കുന്നുണ്ട് ദേഷ്യമൊന്നുമില്ല, കാരണം എന്റെ ആഗ്രഹം നീ ആ കമ്പനിയിലെ ബോസ് ആകാൻ വേണ്ടിയാ. പക്ഷെ ആ സ്ഥാനത്ത് നീ അല്ലാതെ ടാനി ഇരിക്കുവാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഏതിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡോക്ടർ അവരപ്പോ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെന്നറിഞ്ഞ് അപ്പൂപ്പന് മുമ്പേ ഹൃദയത്തിൽ അസുഖമുള്ള കാര്യമൊക്കെ ഇവരോട് എടുത്തറിയും. അതിനെ ശിവെല്ലാരും കൂടെ അപ്പൂപ്പനെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് അപ്പൂപ്പന് ഫീൽ ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. സോറി, എനിക്ക് നിങ്ങളെല്ലാരും ഒരേപോലെ സ്നേഹിക്കുന്നതെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നം നടന്ന്. ഞാൻ കാരണം കുടുംബത്തിൽ മൊത്തത്തിൽ പ്രശ്നമായി. ഇപ്പൊ ഏതോ ഒരുത്തി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയിൽ ബോസ് ആയിട്ടിരിക്കുന്നു. ഏതിന് അപ്പൂപ്പനും പറഞ്ഞിട്ട് കരയുമ്പോഴാണ് ഇത് കേട്ട് വിയും അപ്പൂപ്പ നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഈ കാര്യം ഞാനും നോണും ഏറ്റെടുത്ത്. അവൾ ഒരിക്കലും നമ്മുടെ കമ്പനിയിലെ ബോസ് ആകത്തില്ല, ഇത് നമ്മുടെ കമ്പനിയാണ്. ഏതിന് അവനും നോണും കൂടെ പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും എങ്കിൽ പിന്നെ അപ്പൂപ്പനെ അവർ നോക്കിക്കോളാം പറഞ്ഞിട്ട് ആദ്യം പോയി ടാനയുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറയും. അതിനെ ശിവരണ്ടും കൂടെ ടീമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പരാണ് അവിടേക്ക് മീറിനോട് എത്തിയിട്ട് അപ്പൂപ്പന് ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പരാണ് അവരും അപ്പൂപ്പന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ കാറിന്റെ താക്കോല് മീറിന്റെ കൊടുത്തയച്ചിട്ട് അവനും നോണും കൂടെ ഇപ്പൊ ബിസിനസ്സുകാരായിട്ട് കമ്പനിയിലേക്ക് പോവാന്ന് പറയും. അപ്പരാണ് ഇത് കണ്ട് അവൾ ഷോക്കായി. ഓ, നിങ്ങളുടെ ഒരു വീണ്ടും സെറ്റായ, എനിക്കിപ്പോ നിങ്ങളെ കാണുമ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി കിട്ടിയ ഫീൽ ഉണ്ട്. ഏതിന് അവൾ അടുത്തേക്ക് വന്ന് അവർക്ക് ഓൾ ദി ബെസ്റ്റ് പറയും. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് വീൻ ചിരിച്ചിട്ട് എടാ ചേട്ടാ, അപ്പൂപ്പന് നമ്മളോട് ഈക്വൽ ആയിട്ട് സ്നേഹമുണ്ട്, പക്ഷെ മീറിന് എന്നോട് മാത്രമുള്ള സ്നേഹം. ഏതിന് അവനും പറഞ്ഞ് നടക്കുമ്പോൾ ഇത് കേട്ട് അവനും ചിരി തരും. അതിനെ ശിവരണ്ടരും കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് നോണും ഇവന്റെ ഡാറ്റ ലീക്കിന്റെ കാരണം ടാനിയാന്ന് പറയും. അതോടെ അവന് ഷോക്കായി. എന്തോ ടാനിയാണ് ഇതെല്ലാം ചെയ്തത്, നീ എന്നെ സമ്മതിച്ചോ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ സമ്മതിച്ചൊന്നുമില്ല, അവൾ ഞാൻ അറിയാതെ തന്നെ സീക്രട്ട് ആയിട്ട് ചെയ്തത്, അവൾ ഇത്രയ്ക്ക് ഓവറായിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നോൺ അവൾ ചെയ്തെന്നറിയാൻ വേണ്ടി പ്രൂഫ് വല്ലതും ഉണ്ടോ? ഏതിന് വി ചോദിക്കുമ്പോഴാണ് അവനും എന്റെ അടുത്ത് പ്രൂഫായിട്ട് IT ടീമിലെ ഹെഡും മേവാക്കും കൂടെ ഉള്ളു, പക്ഷെ അവർ രണ്ടുപേരും നാണില്ലാതെ അവന്മാർ ചെയ്ത കാര്യത്തിന് എന്റെ അടുത്ത് ഡീല് സംസാരിക്കുന്നു. അതുകൊണ്ട് അവരിനി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നില്ല. ടാനി ഇതൊക്കെ ചെയ്യാൻ കാരണം നീ അവൾ റിജക്ട് ചെയ്തോണ്ടായിരിക്കും, അല്ലാതെ അവൾക്ക് ഈ ബിസിനസ്സിനോടൊന്നും താല്പര്യമില്ല, നിന്നെ തകർക്കാൻ വേണ്ടിയാ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് വിയും എങ്കിൽ പിന്നെ നോൺ അവൾ ഇതോടെ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവൻ പറഞ്ഞ പോലെ അവൾ നമ്മുടെ കമ്പനിയിലെ ബോസായിട്ട് തന്നെ മാറും, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തടയണം. ഏതിന് അവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ ടാനിയെ കാണിക്കുന്നത്. അവൾക്കറിയുന്ന ഒരു ഫേമസ് ആയ റിപ്പോർട്ടറിനെ വിളിച്ച് സംസാരിക്കും. ഓ ബെസ്റ്റി, എനിക്കൊരു സഹായം വേണം. ഈ നോൺ ഡെൻ നെക്സ്റ്റ് ഇന്നോവേഷൻ കമ്പനിയില്ല, അവര് ഡാറ്റ ലീക്ക് ആയവർക്ക് പൈസ ഒന്നും കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചായിട്ട് നീ ന്യൂസിനകത്ത് എഴുത്. നിന്റെ ജോലി പോകാതെ ഞാൻ നോക്കിക്കോളാം, കാരണം സത്യത്തിൽ അവര് ആ കസ്റ്റമേഴ്സിനൊന്നും പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ ഇട്ട ന്യൂസ് ഫേക്ക് ആവത്തില്ലല്ലോ. എന്തായാലും ഇതുവരെ ആ കസ്റ്റമേഴ്സിനൊന്നും ഞാൻ പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനി കൊടുക്കാതെ ഞാൻ നോക്കിക്കോളാം. സോ ഈ ന്യൂസ് എല്ലാം നീ റിലീസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ അവന്റെ കമ്പനിയുടെ ഫ്രണ്ടിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറഞ്ഞേച്ചേക്ക്. ഇതൊക്കെ നീ ചെയ്ത ബെസ്റ്റി, ഞാൻ നീ ഒട്ടും വിചാരിക്കുന്ന റിവാർഡ് തരാം. ഏതിന് അവളും പറഞ്ഞിട്ട് ഫോൺ കിട്ടുകയും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അതിനുശേഷം എന്തൊക്കെ സമയത്ത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.